ഇത് കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും. എന്നിട്ട് ഈ തെണ്ടിയെ നമ്മൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ ഒരു കാരണവശാലും വിമർശിക്കരുത്. അത്രയും പാവങ്ങളാണ്, അത്രയും നല്ല മനുഷ്യരാണ്. നീ എന്തേ കാണിക്കണേ? എന്നെ അവര് എങ്ങനെയാണ് കൊല്ലാൻ പോണെന്ന് ടോസിട്ട് നോക്കിയതാണ്. 1-ാം നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പൈസ അടച്ചിട്ട് നമ്മൾ പുതിയ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തരുന്ന ഒരു മാന്യമായ ഏർപ്പാട് ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെന്റുകളും കാണിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് RTO വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടത എല്ലാം എനിക്ക് ഇഷ്ടമായി. ഏതെങ്കിലും പാവങ്ങൾക്ക് വല്ല പെൻഷൻ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് തൽക്കാലം നമ്മുടെ പൈസ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. പക്ഷെ വീണാ വിജയന് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി 27 ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ കൈ പൈസ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു തരുന്നുണ്ട്. ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നില്ല, RC ബുക്ക് ഇതുവരെ കിട്ടുന്നില്ല. RC ബുക്ക് പ്രിന്റ് ചെയ്യാൻ കാശില്ല. ആലോചിച്ച് നോക്കുന്നത് എന്ത് ഗതികെട്ട അവസ്ഥയിലൂടെയാണ് സത്യത്തിൽ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 53,000 കോടി രൂപയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ MLA ബാലഗോപാലെ ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെയൊന്നും പറയരുത്, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. എടാ 53,000 കോടി രൂപ 5 വർഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് നേരത്തെ എച്ചിപ്പറക്കി അങ്ങ് മേടിച്ച്, കോഡാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇത്ര തരണം മറ്റേത് തരണം. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇവിടെ 5ന്റെ പൈസ എടുക്കാനില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഗൃഹനാഥൻ ഒന്നും ചോർത്താൻ കയറിയിട്ടുണ്ട്. അവനെ മണ്ണിനും ചുള്ളാമിനും കൊള്ളത്തില്ല. അവന് ഷൂ എന്ന് ഒപ്പിടാൻ മാത്രമേ ഇവൻ അറിയത്തുള്ളൂ. ഇതിലും വലുതായിട്ട് ചങ്കിന് നേരെ വന്നിട്ടുണ്ട്, ഞാൻ അനങ്ങിയിട്ടില്ല. അതെ, കൃത്യമായി മാത്യു കുഴൽനാടനും റോജിയും ജോണും വളരെ മനോഹരമായ രീതിയിൽ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞ മറുപടിയാണ്. ഇങ്ങനെ പാവങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടും ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടും ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. നവകേരള സദസ്സ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ഗവൺമെന്റ് നവകേരള സദസ്സ് ചെയ്യണം. അത് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്? ഇനി പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ഉമ്മൻചാണ്ടി സർക്കാർ ഇതാണെങ്കിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയ സമയത്ത് 10,000 15,000 വെച്ച് മിനിമം വരുന്നൊരുത്തിന് കൊടുത്തിട്ടുണ്ട്. അതും ചെലവായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നു. അതവിടെ രാജാവിനെ പോലെ ഇരുന്നത്, ഒരു ഭൃത്യനെ പോലാണ് ഇരുന്നത്. മനുഷ്യനെ അപഹസിച്ച് റോഡിലിട്ട് കല്ലെറിഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റുന്ന പരമാവധി ആക്ഷേപിച്ച് കൊണ്ടു നടന്നു. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ശാപമായിരിക്കും. എല്ലാം അനുഭവിച്ചിട്ടേ ഇവരൊക്കെ മരിക്കൂ. പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയാകണേ. Rest in peace.